പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മോഹൻലാൽ അഭിനയിക്കുന്ന കണ്ണപ്പ എന്ന പാൻ ഇന്ത്യൻ ചിത്രം, മോഹൻലാൽ ഗസ്റ്റ് റോളായിട്ട് വരുന്നത്. ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചിയിൽ വെച്ച് 14-ാം തീയതി നടക്കുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. വിഷ്ണു മഞ്ജു നായകനാകുന്ന ഈ ചിത്രത്തിലെ പ്രഭാസ്, മോഹൻലാൽ, അക്ഷയകുമാർ, കാജൽ അഗർവാൾ എന്നിവർ പ്രമുഖ താരങ്ങളും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കുന്നു. തെലുങ്ക് സിനിമയാണ്. അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അടുത്ത ചിത്രമാണ്. ജൂൺ 27-ാം തീയതിയാണ് ഈ ചിത്രം റിലീഫ് ആകുന്നത്. എല്ലാ ഭാഷയിലും ഈ ചിത്രം റിലീഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറ്റവും വലിയൊരു ബഡ്ജറ്റ് ഒരുങ്ങുന്ന ചിത്രമാണിത്. അപ്പം ഇതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കൊച്ചിയിൽ വെച്ച് ഇതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുന്ന വിവരം അണിയർ പ്രവർത്തകർ പങ്കുവെക്കുന്നത്. അപ്പം മലയാള പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് മോഹൻലാലിൻ്റെ ഒരു ചിത്രം, അതും തെലുങ്ക് ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് കൊച്ചി വെച്ച് നടക്കുന്നത്. അപ്പോൾ പ്രമുഖ താരങ്ങളെല്ലാം ഈ ലോഞ്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് കളങ്കാവൽ എന്ന ജെ ജോസിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങാനിരിക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രം. പ്രേക്ഷകരെല്ലാം വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമാണ്. ഇതിൻ്റെ പോസ്റ്ററൊക്കെ പുറത്ത് വന്നപ്പോൾ മുതൽ പ്രേക്ഷകർ വളരെ ആകാംക്ഷയോട് മമ്മൂട്ടി ഒരു വില്ലൻ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പം എല്ലാവരും വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന ഒരു ചിത്രമാണ്. പക്ഷേ ഇതിൻ്റെ റിലീസിൻ്റെ ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട പല പല പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ജൂലൈയിൽ റിലീഫാകും എന്ന് കേട്ടിരുന്നു. ഇപ്പോൾ ഇത് ഓഗസ്റ്റിലേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. മമ്മൂട്ടി തിരിച്ചു വന്നതിന് ശേഷം, മമ്മൂട്ടി വിശ്രമത്തിലാണ്, അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പ്രൊമോഷൻ വർക്കുകൾ ആരംഭിക്കത്തുള്ളൂ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനകത്ത് മമ്മൂട്ടി വില്ലനാകുന്നു, വിനായകൻ നായകനാകുന്നു. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമാണ്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. എന്നും പുതുമയുള്ള കഥാപാത്രങ്ങൾ തേടി അലയുന്ന മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഒരു വില്ലൻ കഥാപാത്രം, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ്. തുടർച്ചയായിട്ട് 2025 ഇറങ്ങിയ 2 ചിത്രങ്ങളും മമ്മൂട്ടിയെ സംബന്ധിച്ച് തികഞ്ഞ പരാജയമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അവരുടെ പ്രതീക്ഷ മൊത്തം കളങ്കാവൽ എന്ന ചിത്രത്തിലാണ്. അതുപോലെ മമ്മൂട്ടി ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. അവർ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. നമ്മളെ ഉൾപ്പെടെയുള്ള ആൾക്കാർ വീഡിയോ ചെയ്ത് അവരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണ്. ബഫൂക്കയും ഡൊമിനിക്കിൻ്റെയും OTT അവകാശം വിറ്റുപോയില്ല എന്നുള്ള രീതിയിൽ വീഡിയോയിലും പലപ്പോഴും പരാമർശിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും അവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇതിൻ്റെ 2ൻ്റെയും OTT അവകാശം വിറ്റുപോയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. കുറച്ച് ദിവസത്തിനുള്ളിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പം മമ്മൂട്ടി ആരാധകർക്ക് സന്തോഷമായല്ലോ. ബബ്ബബ്ബ, ഭയം, ഭക്തി, ബഹുമാനം, ഇതാണ് അതിൻ്റെ. ദിലീപ് നായകനാകുന്ന ചിത്രം. ധനഞ്ജയ് ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ്. ശ്രീ ഗോകുലം മൂവീസാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അപ്പം അന്ന് മുതൽ കേട്ട ഒരു വാർത്തയുണ്ടായിരുന്നു, മോഹൻലാൽ ഈ ചിത്രത്തിലെ അതിഥി കഥാപാത്രമായിട്ട് അവതരിപ്പിക്കും. മോഹൻലാൽ ഒരു റോളിലെത്തുന്നു എന്നുള്ളത് നമ്മൾ കേട്ട വാർത്തകൾ തന്നെയാണ്. അത് മണിയമ്പിള്ള രാജു ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ഡാൻ ശ്രീനിവാസൻ, ദിലീപ് എന്നിവർ ഒന്നിച്ച് അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണ്. ദിലീപിൻ്റെ പ്രിൻസ് കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിലെത്തേണ്ട ഒരു ചിത്രമാണ്. ആദ്യമേ എനിക്ക് തോന്നുന്നു ജൂലൈ 4 ദിലീപിൻ്റെ ഭാഗ്യദിനമാണ്, അന്ന് ഈ പണം റിലീഫ് ആകും എന്നൊക്കെ കേട്ടെങ്കിലും അത് ആ ഡേറ്റൊക്കെ മാറ്റി വച്ചിരിക്കുന്നു. ഇപ്പം അറിയുന്നത് ഈ ചിത്രത്തിൻ്റെ ആകെയുള്ള അതിൻ്റെ കഥയിൽ തന്നെ വ്യത്യാസം വന്നു. മോഹൻലാൽ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഈ ചിത്രത്തിൻ്റെ വലിപ്പം അങ്ങ് കൂടി ഇത് വേറെ ലെവൽ ചിത്രമായി മാറുന്നു എന്നുള്ളത് പല പ്രേക്ഷകരും, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന പല പ്രേക്ഷകരും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മോഹൻലാൽ സൂപ്പർ ഹിറ്റ് അടിച്ചു നിൽക്കുന്ന ഈ സമയത്ത് എന്തിനാവശ്യമില്ലാതെ ഈ ചിത്രത്തിലേക്ക് അഭിനയിക്കുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ ശ്രീ ഗോകുലം മൂവീസാണ് എന്നുള്ളത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മോഹൻലാൽ എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഏതായാലും എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ വന്നപ്പം അവിടെ സഹായത്തിനെത്തിയത് ശ്രീ ഗോകുലം മൂവീസ് ആയിരുന്നു. അതിൻ്റെ നന്ദി സൂചകമായിട്ടാകാം
ഒരുപക്ഷെ മോഹൻലാൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഏതായാലും ഈ ചിത്രത്തിൻ്റെ ഹൈപ്പങ്ങ് കൂടി പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ചിത്രമാണ്. ഏകദേശം ഓഗസ്റ്റിലേക്ക് ഈ ചിത്രം റിലീഫ് ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ധനുഷ് നായകനാകുന്ന കുബേര എന്ന ചിത്രം തെലുങ്ക് സംവിധായകനും ദേശീയ അവാർഡ് നേതാവും ഒക്കെയായ ശേഖർ കമൂല സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് കുബേര എന്ന ചിത്രം. ജൂൺ 20 ഇത് തിയേറ്ററിലെത്തുന്നു. പാൻ ഇന്ത്യൻ ചിത്രമാണ്. എല്ലാം തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലെല്ലാം ഈ ചിത്രം ഇറങ്ങുന്നുണ്ട്. അപ്പം ധനുഷിൻ്റെ ഇത്തിരി നാളിന് ശേഷമുള്ളൊരു ചിത്രമാണ് തിയേറ്ററിലെത്തുന്നത്. നാഗാർജുന ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നായിക മന്ദാന ആണ് ഇതിലെ നായിക. അപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പല പ്രൊമോഷൻ വർക്കുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ധനുഷിൻ്റെ ഒരു തമിഴ് ചിത്രം, പാൻ ഇന്ത്യൻ ചിത്രം ജൂൺ 20 തിയേറ്ററിലെത്തുന്നു. അതും ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെ അല്ലേ. അപ്പോൾ എല്ലാ ചിത്രങ്ങളും തിയേറ്ററിൽ വൻ വിജയമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.